ഡിയർ കുഞ്ഞാപ്പൂസ്, നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു തിയറാണ്. ഇ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റമാണ്. കംപ്ലീറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇ എന്താണ്, സെറ്റ് ഓഫ് ഓൾ ഇ ഐ ആണ് അല്ലേ. ഇ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർത്തോനോർമൽ ബേസിസ് ആണ്, 1 to infinity അല്ലേ. അതിനെയാണ് നമ്മൾ പറയുന്നത്. അതിനെ കംപ്ലീറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പാൻ ഓഫ് ഇ എന്ന് പറയുന്ന കുഞ്ഞാപ്പ് എന്തായിരിക്കും, ഒരു ഡെൻസ് സബ്സെറ്റിനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഡെൻസ് സബ്സ്പേസ് ഇൻ എക്സിലെ ഒരു ഡെൻസ് സബ്സ്പേസിനെ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് അല്ലേ. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ബനാക് സ്പേസിലെ കുഞ്ഞാപ്പുമാണ്. അങ്ങനെയാണ് എങ്കിൽ ഈ എന്താണ് ബേസിസ് ആണ്, ഏതിൻ്റെ എക്സിൻ്റെ ബേസിസ് ആണ് എങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ പ്രൊജക്ഷൻ യു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു നമുക്കറിയാം. യു എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to n അല്ലേ. എ ഐ ഇ ഐനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊജക്ഷൻ ഇ ഐ യു എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ യു എൻ എന്ന് പറയുന്നത് ഡെൻസ് സബ്സെറ്റിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്നത് യൂണിഫോംലി ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതായത് ഡെൻസ് സബ്സെറ്റിൻ്റെ മുകളിൽ യൂണിഫോംലി ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. യൂണിഫോംലി ബൗണ്ടഡ് ആണ് എങ്കിൽ എന്താണ് എന്നും പ്രൂവ് ചെയ്യണം, ഈ ഒരു ബേസിസ് ആണ് എക്സിൻ്റെ എന്നും പ്രൂവ് ചെയ്യണം. യൂണിഫോംലി ബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് സീസ് എക്സിസ്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് നോം ഓഫ് യു എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഫോർ ഓൾ എൻ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സപ്പോസ് ചെയ്യാൻ പോവാണ് പ്രൂഫ്. എന്താണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്, ആദ്യം എന്താണ് ഈ ബേസിസ് ആണ് എന്നെടുത്തു. എന്തിൻ്റെ ബേസിസ് ആണ്, ബേസിസ് ഫോർ എക്സിൻ്റെ ബേസിസ് ആണ് എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ അല്ലേ, ബേസിസ് ഫോർ എക്സ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടും, ഇ എന്ന് പറയുന്നത് എന്താണ്, ബേസിസ് ആണ്, എക്സിൻ്റെ ബേസിസ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർ എനി എക്സ് അല്ലേ, ഏതൊരു എക്സ് എടുത്തിട്ടുണ്ട് എങ്കിൽ ഫോർ എനി എക്സ് ക്യാപിറ്റൽ എക്സിൽ നിന്നെടുത്താൽ എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ വൈ ഈക്വൽ ടു 1 to infinity അല്ലേ, ഐ ഈക്വൽ ടു 1 to infinity എ ഐ ഇ ഐ എന്ന് എഴുതാൻ പറ്റും അല്ലേ. 1 to infinity എ ഐ ഇ ഐ അല്ലേ. ഇവിടെ എ ഐ എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് എൻ ഓപ്പറേറ്റർ ഇ ഐ സ്റ്റാർ ഓഫ് എക്സ് എന്നും നമുക്ക് പറയാറുണ്ട്. അത് കൂടുതലും സിഗ്മ ഓഫ് എക്സ് കോമ ഇ ഐ അല്ലെങ്കിൽ എ ഐ കോമ ഇ ഐ അല്ലെങ്കിൽ എക്സ് കോമ ഇ ഐ ആണ് അത് ഇന്നർ പ്രോഡക്റ്റ് സാധാരണഗതിയിൽ ഹിൽബർട്ട് സ്പേസിൽ ഉണ്ടാവുക എന്നുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഹിൽബർട്ട് സ്പേസിന്റെ കേസിൽ, അല്ലാത്ത കേസിൽ ദിസ് ഈസ് ആൻ ഓപ്പറേറ്റർ എന്ന് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എ ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഐ സ്റ്റാർ ഓഫ് എക്സ്, ദാറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷണൽ. ഓക്കെ, ലീനിയർ ഫംഗ്ഷണൽ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ ന്യൂ നോം ഞാൻ ഡിഫൈൻ ചെയ്യാണ്. നമുക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ള വെച്ചാൽ നോം ഓഫ് യു എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ സി ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ന്യൂ നോം ഓൺ എക്സിൻ്റെ മുകളിൽ ഒരു ന്യൂ നോം ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. നോം ഓഫ് x1, അതിൻ്റെ പേര് നോം 1 എന്ന് വിളിച്ചു. നോം 1 ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീമം ഓഫ് ജെ അല്ലെ, നോം ഓഫ് സിഗ്മ മറ്റേ നോമിൽ നിന്നും ഡിഫൈൻ ചെയ്യുന്നതാണ് സാധാ നോം. അതായത് ഇതെന്താണ്, എക്സ് എന്ന് പറയുന്നത് ഒരു നോം സ്പേസ് ആണ്, ബനാക് സ്പേസ് ആണ് സത്യത്തിൽ എക്സ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് നോം സ്പേസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പം സുപ്രീമം ഓഫ് ജെ നോം അല്ലേ, നോം സിഗ്മ ഐ ഈക്വൽ ടു 1 to j, പ്രത്യേകം ശ്രദ്ധിക്കണം, ഐ ഈക്വൽ ടു 1 to j എ ഐ ഇ ഐനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സുപ്രീമം ഓഫ് നോം. കാരണം എന്തുകൊണ്ട്, എക്സ് ഈക്വൽ ടു 1 to infinity എ ഐ ഇ ഐ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പം നോം ഓഫ് x1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സിസ്റ്റ് ആണ്, ഇതൊരു പുതിയ നോമും ആണ്. കാരണം ഈ നോം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സുപ്രീമം ഓക്കെ ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സുപ്രീമം നോമിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ സുപ്രീമം നോം ഓഫ് എക്സ്, അതായത് നോം 1
എക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ, ഇത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ആയിരിക്കും എന്തിനേയും കാട്ടിലും, കാരണം സുപ്രീമമാണ് അല്ലേ. സുപ്രീമം എന്ന് പറയുമ്പം സുപ്രീമം എപ്പോഴും വലുതായിരിക്കും എന്തിനേയും കാട്ടിലും. ഞാൻ എടുക്കാൻ പോവുകയാണ് ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി നോം ഓഫ് സിഗ്മ ജെ ഐ ഈക്വൽ ടു 1 to j, ഓക്കെ, എ ഐ ഇ ഐ, ഓക്കെ, ഇത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം നോം കണ്ടിന്യൂസ് ആണ്, അപ്പം ലിമിറ്റ് ഉള്ളിലേക്ക് എടുക്കാം. ദാറ്റ് മീൻസ് നോം ഓഫ് ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് സിഗ്മ എ ഐ ഇ ഐ അല്ലേ, ഐ ഈക്വൽ ടു 1 to j എന്ന് കിട്ടും. ദാറ്റ് മീൻസ് അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടി ലിമിറ്റ് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കുഞ്ഞാക്കുക നോം ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി, ജെ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐ ഇ ഐ ആണ്. എ ഐ ഇ ഐ സിഗ്മ എ ഐ ഇ ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം നോം എക്സ് എന്ന് കിട്ടും അല്ലേ, നോം എക്സ്. ദാറ്റ് മീൻസ് ഇവിടെ കിട്ടിയ നമുക്ക് എന്താണ്, ഇവിടെ നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞു നോം x1 അല്ലെങ്കിൽ 1 നോം ഓഫ് എക്സ്, നോം 1 എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ്. നോം എക്സിനെക്കാട്ടും വലുതാണ്. ഇതിന്റെ മീനിങ് എന്താണ്? ഈക്വലൻസ്, ഈക്വലൻസ് ആണ് എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. നോം ആർ ഈക്വലൻസ് അല്ലേ, നോം ആർ ഈക്വലൻറ്റ്, ഓക്കെ. അതാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് നോം, അല്ലെങ്കിൽ നോം ഈ നോം 1 ഈസ് ഈക്വലന്റ് എന്ന് പറയണമെന്നില്ല, അല്ലെങ്കിൽ നോം 1 ഈസ് വീക്ക്, അല്ലെങ്കിൽ നോം ഈസ് ഈ വീക്കർ ദാൻ നോം 1 എന്ന് പറയലുണ്ട് കേട്ടോ. അതായത് ഇവിടുത്തെ കേസിൽ നിന്നും നോം ഇത് നോം 1 ആണ് വലുത് ഏതിനെക്കാട്ടിൽ നോമിനെക്കാട്ടിൽ എന്ന് പറയുമ്പോൾ നോം ഈസ് വീക്കർ ദാൻ എന്ത് പറയലുണ്ട്, വീക്കർ ദാൻ 1 നോം 1 വീക്കർ ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി നമുക്ക് അറിയുന്ന കൺസെപ്റ്റ്സ് ഉപയോഗിക്കാം. നമുക്കറിയാം എന്തറിയാൻ പറ്റും, നോം ഓഫ് യു എൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യു എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ബൈ ദി ഡെഫിനിഷൻ പ്രകാരം ഐ ഈക്വൽ ടു 1 to n എന്തായിരുന്നു, എ ഐ ഇ ഐനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യു എൻ ഓഫ് എക്സ്, അതായത് പ്രൊജക്ഷൻ മാപ്പ് അല്ലെ. അങ്ങനെ വരുമ്പോൾ നോം 1 ഓഫ് യു എൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, നോം 1 ഓഫ് യു എൻ എക്സ് എന്ന് പറഞ്ഞാൽ സുപ്രീമം അല്ലെ, എന്നിനെക്കാട്ടിൽ ചെറുതായിരിക്കും ജെ ലെസ് ദാൻ 1 അല്ലെ. നോം ഓഫ് അല്ലെ സിഗ്മ ഐ ഈക്വൽ ടു 1 to j എ ഐ ഇ ഐ അല്ലെ. ഇതെപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് ഈ സുപ്രീമം ജെ എത്ര ഏത് കുഞ്ഞാപ്പ് ആണെങ്കിലും സുപ്രീമം എന്താണ്, സുപ്രീമം ഇത് യു എൻ ആണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. സുപ്രീമം അല്ലെ, സുപ്രീമം ജെ ഈക്വൽ ടു അല്ലെങ്കിൽ ജെ അല്ലെ, സുപ്രീമം ജെ. കാരണം n മുതൽ വേണമെന്നില്ല, അതിലേക്കും വലുതായിരിക്കും ഏത് ഇൻഫിനിറ്റിയിലുള്ളോ അല്ലെങ്കിൽ n+1 ഏതെങ്കിലും എടുക്കുമ്പോൾ ഐ ഈക്വൽ ടു 1 to j അല്ലേ, എ ഐ ഇ ഐ, ഓക്കെ, എ ഐ ഇ ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എന്ന് പറയുന്നത് ജെ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ കുഞ്ഞാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതെന്താണ് സുപ്രീമം, അല്ലെങ്കിൽ ഈ കുഞ്ഞാപ്പ് എന്ന് സുപ്രീമം ജെ നോം ഓഫ് സിഗ്മ ജെ ഈക്വൽ ടു ഐ ഈക്വൽ ടു 1 to j എ ഐ ഇ ഐ എന്ന് പറയുന്നത് എന്താണ്, നോം ദാ നോക്കാം നോം 1 ആണ് അല്ലേ. നോം 1 ആണ് ഡിഫൈൻ ചെയ്തത് നോം 1 ഓഫ് എക്സ് ആണ്. ദാറ്റ് മീൻസ് നോം 1 ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നോം ഓഫ് യു എൻ എക്സ് 1, അതായത് നോം 1 ഓഫ് യു എൻ എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് നോം 1 ഓഫ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞു. വിച്ച് ഇംപ്ലൈസ് ഇതിന്റെ മീനിങ് എന്താണ്, യു എൻ ഈസ് ബൗണ്ടഡ് അല്ലേ. നോം 1ലും യു എൻ എന്താണ് ബൗണ്ടഡ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നോം 1 എന്താണ് ബൗണ്ടഡ് ആണ്, യു 1ൽ ബൗണ്ടഡ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതായത് വിച്ച് ഇംപ്ലൈസ് നോം 1 ഓഫ് യു എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ അല്ലേ.
ഇൻറ്റു യു എൻ ആയതുകൊണ്ടാണ്, ഇൻറ്റു 1 ആയതുകൊണ്ടാണ് ഇവിടെ സി ഇൻറ്റു ആണ് എങ്കിൽ കറസ്പോണ്ടിങ് വരിക. ഓക്കെ, എന്തായാലും ഇവിടെ നോം 1 ഓഫ് യു എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? സാധാരണ നോമിൽ ഇതിൽ ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് ഓക്കെ ആയി. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ എന്താണ്, ഈ നോം 1 ബൗണ്ടഡ് ആണ്, ഇനി ഇത് നോമുകൾ ഈക്വാലൻ്റ് ആണ് എന്നും കൂടി പ്രൂവ് ചെയ്യണം. എന്നാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോം യു എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോം 1 ഓഫ് യു എൻ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈക്വലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഈക്വലൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു എൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സീക്വൻസ് യു1ൽ നിന്നുള്ള സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ അതേ ഇതിലേക്ക് തന്നെ ആരും കൺവേർട്ട് ചെയ്യണം? നോമിലും രണ്ട് നോമിലും, അതായത് നോം 1ൻ്റെയും നോമിൻ്റെയും സീക്വൻസുകൾ കൺവേർജ് സെയിമിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈക്വലൻ്റ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനു വേണ്ടി പക്ഷേ നമ്മൾ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് കംപ്ലീറ്റ് സിസ്റ്റമാണ്. ഓക്കെ, എന്താണ് കംപ്ലീറ്റ് സിസ്റ്റമാണ്? ഇൻ നോമിൽ ഇത് കംപ്ലീറ്റ് ആണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ട് എങ്കിലും, അതായത് സിഗ്മ നോം എക്സ് ഐ ഈക്വൽ ടു 1 to k, പ്രത്യേകം ശ്രദ്ധിക്കുക, 1 to k ai ഈസ് ഈക്വൽ ടു നോം 1ൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് സിസ്റ്റാണ്. ഇൻ നോമിൽ കംപ്ലീറ്റ് സിസ്റ്റാണ്. പക്ഷെ അതിൻ്റെ മീനിങ് എന്താണ്? ഏതൊരു സീക്വൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെയും കൺവേർട്ട് ചെയ്യുന്നതാണ്. അതായത് നോം ഓഫ് എക്സ് എൻ converges to norm of x. There exists a sequence. Okay, norm of x and converges to norm x. അതിൻ്റെ മീനിങ് ആണ് കൺവേർജ് ചെയ്യുക എന്നുള്ളതാണ് കംപ്ലീറ്റിൻ്റെ കൺസെപ്റ്റ്സ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നോം 1 എടുത്തു. നോം 1 കൺവേർജ് ആണെങ്കിൽ കംപ്ലീറ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നോം ഓഫ് എക്സ് മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to k ai ei. ഇതെന്താണ്? ഒരു സീക്വൻസ് ആണ്. കനുസരിച്ച് ഇത് ഒരു സം എ കെ മോഡലുള്ള ഒരു സീക്വൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോം 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സുപ്രീമം അല്ലേ, എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k plus 1. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ k വരെ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐ എ ആണ്. അതിന് കെ വരെയുള്ള ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി സുപ്രീമം നോം 1ലുള്ള എലമെന്റ് ഉണ്ടാവുക എവിടെ മുതലാണ്? k+1 മുതലുള്ള എലമെന്റുകളെ ഉണ്ടാവുള്ളൂ ഈ എക്സ് മൈനസ് ഇതിൽ അല്ലേ. അതായത് നമുക്ക് എഴുതാൻ പറ്റും, അതായത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k+1 സുപ്രീമം നോം ഓഫ് സിഗ്മ അല്ലേ. ഇതിൻ്റെ നോം 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുഞ്ഞാപ്പ് എന്ന് പറഞ്ഞാൽ ഐ ഈക്വൽ ടു 1 to k മൈനസ് ചെയ്യുന്നുണ്ട് എക്സ് എന്ന്, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒരു കുഞ്ഞാപ്പ് കൂടി മാറ്റി ചെയ്താൽ നോം ഓഫ് നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എ ഐ ഇ ഐ മൈനസ് സിഗ്മ ഈക്വൽ ടു ഐ ഈക്വൽ ടു 1 to k എ ഐ ഇ ഐ ഇൻറ്റു നോം 1 ആണ് അല്ലേ, നോം 1. ഇനി നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോം ഓഫ് സിഗ്മ അല്ലേ. കറസ്പോണ്ടിങ് ആയിട്ട് കുഞ്ഞാപ്പൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആരാണ് എന്നുള്ളതാണ്. ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി, അല്ലെങ്കിൽ നോം 1 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയിട്ട് നോം 1 ഓഫ് സിഗ്മ എവിടെ മുതലാണ് വരിക? k ഈക്വൽ ടു അല്ലെങ്കിൽ ഐ ഈക്വൽ ടു k+1 മുതൽ ഇൻഫിനിറ്റി, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഫിനിറ്റി എ ഐ ഇ ഐ അല്ലേ ഈസ് നോം 1. നോം 1ലാണ് ഇത് കുഞ്ഞാപ്പൂ. ഇനി നോം 1 എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. നോം 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രീമം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k+1 മുതൽ k+1 മുതലാണ് ഇവിടെ ഉള്ളത് നോം ഓഫ് അല്ലേ സിഗ്മ ഐ ഈക്വൽ ടു k+1 to n അല്ലേ, k+1 to n കുഴപ്പമൊന്നുമില്ലല്ലോ, k+1 to n എ ഐ ഇ ഐ ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ഐ ഇ ഐ എന്താണ്? നോം 1 കൺവേർജ് ആണ്. നോം ഈസ് കംപ്ലീറ്റ് ആണ്. therefore അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? വിച്ച് ഈസ് കൺവേർജസ്. ഇത് കൺവേർജ് ചെയ്യുന്നു കിട്ടി. എവിടേക്ക്?
which is converging this x minus this k tends to ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ which is converges to 0 കാരണം norm is converging, therefore this is converges to 0. ഇതിനെ ഞാൻ 1 എന്ന് വിളിച്ചു. as k tends to infinity, k ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ this is converge. ഉറപ്പാണ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ് ai കൺവേർജ് ചെയ്യും 0. ഇവിടെ നോക്കിയാൽ മതി k tends to ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ this is converges 0. അതുപോലെ തന്നെ ഈ കുഞ്ഞാപ്പ് കംപ്ലീറ്റ് കൂടിയാണ്. therefore നമുക്ക് പറയാൻ പറ്റും എന്താണ് 1 norm എന്ന് പറയുന്ന norm 1 എന്ന് പറയുന്ന കുഞ്ഞാപ്പ് എന്താണ് കംപ്ലീറ്റ് norm ആണ് എന്ന് പറയാൻ പറ്റും. കംപ്ലീറ്റ് norm ആണ് എന്ന് പറയാം. അങ്ങനെ കംപ്ലീറ്റ് norm ആണെന്ന് കിട്ടി. ഇനി അങ്ങനെയാണ് എങ്കിൽ കംപ്ലീറ്റ് norm ആണ് ഇൻ എക്സിൽ ഇത് എന്താണ് കംപ്ലീറ്റ് norm ആണെന്ന് കിട്ടി. സപ്പോസ് അങ്ങനെയാണ് എങ്കിൽ ഞാൻ ഒരു സബ്സ്പേസ് ഉണ്ട് എക്സ് ബാർ എന്ന് പറയുന്ന സബ്സ്പേസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആണ് ഓൺ ദി നോം വണ്ണിൻ്റെ കേസിൽ എന്താണ് കംപ്ലീറ്റ് ആണ്. ഓക്കെ എടുത്തു. ഇതെന്താണ് കംപ്ലീറ്റ് സ്പേസ് ആണ് എന്നെടുത്തു. ഓക്കെ സബ്സ്പേസ് ആണ് കംപ്ലീറ്റ് സ്പേസ് ആണ് എന്നെടുത്തു. ഇവിടെ എക്സ് ബാർ എന്താണ് സബ്സെറ്റ് ആണ്, സബ്സ്പേസ് ആണ് ഇതിൻ്റെ എക്സിൻ്റെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ എക്സ് ബാർ എന്നാണ് എക്സ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, ഏകദേശം ഒരു ഇതിലേക്ക് എത്തും. ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ യു എൻ എന്ന് പറയുന്ന യൂണിഫോംലി ബൗണ്ടഡ് ആണ്. കാരണം എന്തുകൊണ്ട് യു എന്നും എന്ന് പറയുന്നത് എന്താണ് സബ്സെറ്റ് എന്താണ് എക്സ് ബാർ എന്ന് പറയുന്ന എക്സിൻ്റെ സബ്സെറ്റ് ആണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും എന്ത് യു എൻ ബൗണ്ടഡ് ആണ്, യൂണിഫോംലി ബൗണ്ടഡ് ആണ്. എവിടെ ബൗണ്ടഡ് ആണ് ഇൻ എക്സ് ബാറും യൂണിഫോംലി ബൗണ്ടഡ് ആണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് യൂണിഫോംലി ബൗണ്ടഡ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഒരു തിയറം പഠിച്ചിട്ടുണ്ട് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് എ ബേസിസ്. സോ വിച്ച് ഇംപ്ലൈസ് നമുക്ക് ഇ ഈസ് ബേസിസ് ഫോർ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് എക്സ് ബാറിൻ്റെ ബേസിസ് ആണ് എന്നുള്ളത്. ദാറ്റ് അഡ്മിൻ്റെ അതിൻ്റെ മീനിങ് എന്താണ്? അതിൻ്റെ മീനിങ് വേർ എക്സിസ്റ്റ് എനി എക്സ് ബാർ ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity ai ei എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ai ei എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മൾ ഓൾറെഡി നമുക്കറിയാം എന്താണ് ai ആണ് എന്ന് അറിയാം. അതുപോലെ തന്നെ എന്താണ് വേറൊരു കുഞ്ഞാപ്പ് കൂടിയുണ്ട് നോം 1 എന്താണ് കംപ്ലീറ്റ് ആണ് എന്നും അറിയാം. നോം 1 എന്താണ് കംപ്ലീറ്റ് ആണ് എന്നും അറിയാം. ഓക്കെ നോം 1 എന്താണ് കംപ്ലീറ്റ് ആണ് എന്നും അറിയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. മോളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നോം 1 എപ്പോഴും അല്ലെങ്കിൽ നോമീസ് വീക്കറാണ്, ഏതിനെക്കാട്ടിലും വീക്കറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനേക്കാട്ടിലും വീക്കറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, നോം 1-നേക്കാട്ടിലും വീക്കറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ വീക്കറാണ് എന്നുണ്ട്. അതുപോലെ തന്നെ എന്തും പറഞ്ഞിട്ടുണ്ട് എക്സ് ഈക്വൽ ടു എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity ai ei ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് കണ്ടീഷനും നമുക്ക് പറയാൻ പറ്റും ഫ്രം ദി ഇക്വേഷൻ 1. മോളിലുള്ള ഇക്വേഷൻ 1 ഏതാ ഈ മോളത്തെ ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും യുണീക്ക്നെസ് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ് യുണീക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity ആണ് അല്ലേ. ഐ ഈക്വൽ ടു 1 to infinity ai ei ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ ആണ്. വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് കിട്ടിക്കഴിഞ്ഞു. therefore for all x belongs to x, therefore എന്താണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു എക്സ് സബ്സെറ്റ് ഓഫ് എക്സ് ബാർ. ദാറ്റ് മീൻസ് എക്സ് സബ്സെറ്റ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് എക്സ് സബ്സെറ്റ് ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ therefore നമുക്ക് കിട്ടിക്കഴിഞ്ഞു എക്സ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് കിട്ടിക്കഴിഞ്ഞു. thus
ഇതാണ് നമുക്ക് കിട്ടിയത്. അതായത് ഇവിടെ നിന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്താ കിട്ടിയത്? നോം, സാധാ നോമും നോം വണ്ണും നമ്മൾ ഡിഫൈൻ ചെയ്ത നോം വണ്ണും എന്താണ്? നോമാണ് ആർ ഇൻ എക്സിലെ നോമുകളാണ്. ഈ അതുപോലെ തന്നെ എല്ലാ നോമുകളുടെയും പ്രത്യേകത എന്താണ്? നോമ് കംപ്ലീറ്റുമാണ്. നോമുകൾ എന്താണ്? കംപ്ലീറ്റ് ആണ്. അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? റിലേഷൻ ഡിഫൈൻ ചെയ്യാം. അതുപോലെ തന്നെ അത് മാത്രമല്ല, നോമ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൺ ഓഫ് എക്സ് എന്നാണ്. നോം വൺ ഓഫ് എക്സ് എന്നാണ്. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എക്സ് എന്നാണ്. അതായത് അവിടെ നിർബന്ധമായിട്ടും അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഈ ഡെഫിനിഷൻ പ്രകാരം. ഈ ഡെഫിനിഷൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ നോം എക്സ് അല്ലെങ്കിൽ നോം ആൻഡ് നോം വൺ ആർ ഈക്വലൻ്റ് ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, എന്തുകൊണ്ടാണ് ഈക്വലൻ്റ് ആകാൻ കാരണം? ഈ രണ്ട് നോമും എക്സിലാണ്, അതുപോലെ അത് രണ്ടും കംപ്ലീറ്റും ആണ്. അതുപോലെ തന്നെ നോം വൺ ഓഫ് എക്സ് അല്ലെങ്കിൽ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം വൺ ഓഫ് എക്സ്, അതന്നെയാണ് കാരണം. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞു. സോ നമുക്ക് പറയാൻ പറ്റും ദർ എക്സിസ്റ്റ് സി അല്ലേ ഗ്രേറ്റർ ദാൻ 0. ഈക്വലൻറ്റിൻ്റെ ഡെഫിനിഷനാണ് സച്ച് ദാറ്റ് എന്താണ് ഈക്വലൻറ്റിൻ്റെ ഡെഫിനിഷൻ? നോം വൺ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം എക്സ്. ഓക്കെ, ഇതിനെ ഞാൻ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. നമുക്ക് ഓരോന്നും ആവശ്യമുള്ളത് കൊണ്ടാണ്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഇതിൽ? അപ്പോൾ നമ്മളുടെ ഏകദേശ ഭാഗങ്ങൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നോം വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താ? അപ്പോൾ നോം വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞാക്കും. നോം വൺ ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സുപ്രീമം എൻ അല്ലെങ്കിൽ ജെ എന്തോ ആവട്ടെ, നോം ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n അല്ലേ, AIEI അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് ഈക്വൽ ടു സുപ്രീമം എൻ. ഈ സിഗ്മ ഐ ഈക്വൽ ടു 1 to n AIEI എന്ന് പറഞ്ഞാൽ ആരാണ്? UN ഓഫ് എക്സിനെയാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത് അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു UN അല്ലേ, UN ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഫ്രം 2ൻ്റെ കേസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രം 2 ഈ 2-ൽ നിന്നും നോം x1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് ആണ് അതല്ലേ. അതായത് നോം വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എക്സ് ആണ്. നോം വണ്ണിൻ്റെ സ്ഥാനത്ത് വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? നോം വണ്ണിൻ്റെ സ്ഥാനത്ത് സുപ്രീമം എൻ നോം ഓഫ് UNX അല്ലേ, UNX ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം എക്സ് എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് വിച്ച് ഇംപ്ലൈസ് സുപ്രീമം അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ UN ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു എക്സ് ഫോർ ഓൾ n. എല്ലാ n-നും ഇത് പോസിബിൾ ആണ്. വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാൻ പറ്റും നോം ഓഫ് UN ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ മീനിങ് പ്രകാരം എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താ ഇതിൻ്റെ മീനിങ്? അതായത് വിച്ച് ഈസ് UN ഈസ് ബൗണ്ടഡ് എന്ന് നമുക്ക് എന്ത് ചെയ്തു കിട്ടിക്കഴിഞ്ഞു. സോ UN ഈസ് ബൗണ്ടഡ്, കണ്ടിന്യൂസ് യൂണിഫോംലി ബൗണ്ടഡ് അല്ലേ, യൂണിഫോംലി ബൗണ്ടഡ്. ഓക്കെ, യൂണിഫോംലി ബൗണ്ടഡ് ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കോൺവേഴ്സ് ആണ്. കോൺവേഴ്സ് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളതാണ് അല്ലേ, കോൺവേഴ്സ്ലി. ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? കോൺവേഴ്സ്ലി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? സപ്പോസ് ചെയ്യണം. എന്താണ് അസ്യൂം ചെയ്യേണ്ടത്? അസ്യൂം ചെയ്യണം UN എന്താണ് എന്ന് അസ്യൂം ചെയ്തു, ബൗണ്ടഡ് ആണ് എന്ന് എടുത്തു. ഓക്കെ, ബൗണ്ടഡ് ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? അതായത് ബൗണ്ടഡ് ആണ് എന്നെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേറ്റർ, ഒരു ഫൈനൈറ്റ് ഓപ്പറേറ്റർ ഉണ്ട് എന്നൊക്കെ ഡിഫൈൻ ചെയ്തത് നമുക്ക് E എന്ന് പറയുന്നത് ബേസിസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അത് സിമ്പിളാണ്, അത് പെട്ടെന്ന് നമുക്ക് കഴിയും. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ബൗണ്ടഡ് ആണ് എന്നെടുത്തു. അങ്ങനെയാണ് എങ്കിൽ ദർ എക്സിസ്റ്റ്
അല്ലേ? സിസ്റ്റം സി സച്ച് ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? നോം ഓഫ് യു എൻ എക്സ് അല്ലെങ്കിൽ നോം ഓഫ് യു എൻ അല്ലേ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് കിട്ടും. ബൗണ്ടഡ് ആണ് എന്നത് ഓൺ എമ്മിന്റെ മുകളിലാണ്. അതായത് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഡെൻസ് സബ്സെറ്റ്. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇനി ഒരു ഇ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് എങ്കിൽ ആ സിസ്റ്റം എന്താണ് എന്ന് പ്രൂവ് ചെയ്യണം? ബേസിസ് എലമെന്റ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം യു എൻ ബേസിസ് എലമെന്റ്സ് അല്ലെങ്കിൽ യു എൻ ബൗണ്ടഡും അതുപോലെ തന്നെ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. യു എൻ ബൗണ്ടഡും അതുപോലെ തന്നെ കൺവേർജന്റും ആണ് എങ്കിൽ യു എൻ കൺവേർജന്റും ആണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഈസ് എ ബേസിസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഹിയർ യു എൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ്? സിഗ്മ അല്ലേ? ദർ എക്സിസ്റ്റ് ഒരു ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇ ഐ അല്ലേ? ഐ ഈക്വൽ ടു 1 to infinity സച്ച് ദാറ്റ് യു എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഐ ഈക്വൽ ടു 1 to infinity എ ഐ ഇ ഐ ആണ് നമ്മളുടെ കുഞ്ഞാപ്പ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ എ ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇ ഐ സ്റ്റാർ അല്ലേ? ദാറ്റ് ഈസ് എ ഫങ്ഷണൽ ഓഫ് എക്സ് അല്ലേ? ഒരു ഫങ്ഷണലാണ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ അപ്പം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഈ ഇ ഐസിന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇവിടെ ഉണ്ടാവുക യു എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമുക്ക് എന്താ ഉണ്ടാവുക? സിഗ്മ കെ അല്ലെങ്കിൽ ഐ ഏതെങ്കിലും ആകട്ടെ കെ എ ഈക്വൽ ടു 1 to n എ കെന്റെ സ്ഥാനത്ത് ആര് കൊടുക്കാം? ഇ കെ സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു ഇ കെ ആണ് വരിക അല്ലെ? ഇ കെ സ്റ്റാർ ഓഫ് എക്സ് ഇ കെ വരും. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ള കുഞ്ഞാപ്പു ഓക്കെ ഇ കെ സ്റ്റാർ ആണെന്ന് കിട്ടും അല്ലെ? ഇ കെ സ്റ്റാർ ഓഫ് ഇതാണ് കുഞ്ഞാപ്പു കിട്ടുക അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ലെറ്റ് ഒരു ഈ കൺസെപ്റ്റ്സ് നമുക്കറിയാം. ലെറ്റ് എസ് എൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എസ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഞാൻ സീക്വൻസ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. സിഗ്മ ഐ ഈക്വൽ ടു 1 to n അല്ലെങ്കിൽ കെ ഈക്വൽ ടു 1 to n ഇ കെ സ്റ്റാർ ഇ കെ എടുത്തു. ഇ കെ സ്റ്റാർ ഓഫ് എക്സ് ഇ കെ. അങ്ങനെയാണ് എങ്കിൽ ഇ കെ എസ് എൻ എന്ന് പറയുന്നത് എന്താണ്? എസ് എൻ എന്താണ്? എക്സ്റ്റൻഷൻ ആണ്. ഏതിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും? യു എന്നിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കും. ഓക്കെ, എക്സ്റ്റൻഷൻ ആയിരിക്കും. ഓക്കെ, എക്സ്റ്റൻഷൻ ആയിരിക്കും. ഏതിന്റെ? യു എന്നിന്റെ എക്സ്റ്റൻഷൻ ആണ് ആര്? എസ് എൻ എന്ന് പറയുന്ന പാർഷ്യൽ സം. ഇത് പാർഷ്യൽ സം ആക്കിയിട്ടാണ് എടുത്തത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ കുഞ്ഞാപ്പു ഇതിനെ എക്സ്റ്റൻഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട് എങ്കിൽ ഹോൾ സ്പേസിൽ അല്ലേ? ഓൺ ഹോൾ സ്പേസ് എക്സിൽ ആണ് എങ്കിൽ മറ്റേത് യു എൻ എന്ന് പറയുന്നത് എമ്മിന്റെ മുകളിലാണ്. ഞാൻ അതിനെ ഹോൾ സ്പേസിലേക്ക് എടുത്തു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇഫ് നമ്മൾ ഇനി എമ്മിന്റെ മുകളിലാണ് എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഇഫ് എക്സ് ബിലോങ്സ് ടു എമ്മിലാണ് എങ്കിൽ ദെൻ നമുക്ക് പറയാൻ പറ്റും എസ് എൻ എന്ന് പറയുന്നത് യു എൻ തന്നെയാണ്. അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? നോം ഓഫ് എസ് എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറയാൻ പറ്റും. ബൗണ്ടഡ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പം എന്താണ്? അപ്പം നമുക്ക് കിട്ടിയ എസ് എൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ പ്രത്യേകം ശ്രദ്ധിക്കണേ. എസ് എൻ എന്താണ്? ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ ആയിരിക്കും അല്ലെ? ബൗണ്ടഡ് ഇൻ അല്ലെങ്കിൽ ബൗണ്ടഡ് ഓൺ എക്സ്. എക്സിന്റെ മുകളിൽ ബൗണ്ടഡും അതുപോലെ തന്നെ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. യു എൻ എസ് എൻ ബൗണ്ടഡ് ആണ് എങ്കിൽ അല്ലെങ്കിൽ യു എൻ ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണ് എങ്കിൽ ആ സീക്വൻസ് കൺവേർജ് ചെയ്യും എസ് എൻ എക്സ് എന്ന് പറയുന്ന സീക്വൻസ്. ഈ സീക്വൻസ് ഒരു എലമെന്റിലേക്ക് കൺവേർജ് ചെയ്യും. ഇവിടെ സിഗ്മ ഇ ഐ ആണ്, അത് കൺവേർജ് ചെയ്യുക എക്സിലേക്ക് തന്നെയാണ് കറസ്പോണ്ടിങ് ആയിട്ട്, കാരണം ബൈ ദി ഡെഫിനിഷൻ. ഓക്കെ, അപ്പം കൺവേർജ് ചെയ്യുന്നു കിട്ടി. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടി? എസ് എൻ കൺവേർജസ് ടു എക്സിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പം എൻ ടെൻസ് ടു ഇൻഫിനിറ്റി n കൺവേർജ് ചെയ്യുമ്പോൾ therefore അതിന്റെ മീനിങ് എന്താണ്? എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എൻ ടെൻസ് എസ് എന്നിന്റെ സ്ഥാനത്ത് ആര് വരും? കെ ഈക്വൽ ടു 1 to n ടെൻസ് ടു ഇൻഫിനിറ്റി എ കെ ഇ കെ എന്ന് പറയാം. ദാറ്റ് ഈസ് എ കെ എന്ന് പറയുന്നത് ആരാണ്? ഇ സ്റ്റാർ
കെ ഓഫ് എക്സ് ആണ് എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഏതൊരു എക്സ് എടുത്തിട്ടുണ്ട് എങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ്, അതായത് ഈ എന്താണ് ഒരു ബേസിസ് എലമെന്റ്സ് ആണ് എന്തിൻ്റെ മുകളിൽ, എക്സിൻ്റെ മുകളിൽ ഒരു ബേസിസ് എലമെന്റ്സ് ആണ് എന്ന് കിട്ടും. ഓക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏത് ഒരു എക്സ് എടുത്തിട്ടുണ്ട് എങ്കിലും ഇത് പോസിബിൾ ആണ്. ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഓക്കെ.